ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ കൊഞ്ചുകറിയാണ് വെക്കാൻ പോകുന്നത്. അപ്പോൾ പുള്ളിക്കാരി കൊഞ്ചുകറിക്ക് വേണ്ടിയിട്ട് വളരെ ഫാസ്റ്റായിട്ട് ഉള്ളിയും തക്കാളിയും പച്ചമുളകും പിന്നെ വെളുത്തുള്ളി ഇഞ്ചി ഇത്രയാണ് നമ്മൾ വെജിറ്റബിൾസിൽ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും കൊഞ്ചുകറി പറഞ്ഞിട്ട് വെജിറ്റബിൾ ആണല്ലോ കാണിച്ചതെന്ന്. അല്ല ഗൈസ്, ഇവിടെ കൊഞ്ചുമുണ്ട്. നമ്മൾ ഫ്രഷായിട്ടുള്ള കൊഞ്ച് മേടിച്ചുകൊണ്ട് വന്നത് പൊളിച്ച് വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് എന്താണ് നമ്മൾ വെക്കാൻ പോകുന്നത്? കൊഞ്ചും വറുത്തമുണ്ടോ? കൊഞ്ച് വറുക്കുന്നില്ല. അപ്പോൾ കൊഞ്ച് കറി മാത്രമാണ് നമുക്കിന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കൊഞ്ച് കറിക്ക് വേണ്ടിയിട്ട് നമ്മൾ തക്കാളിയും ഉള്ളിയും പച്ചമുളകും പിന്നെ കറിവേപ്പില ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ മിക്സിയിൽ നമ്മൾ ചതച്ചത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ തേങ്ങാപ്പാൽ, ഒരു തേങ്ങ നമ്മളെടുത്ത് തിരുമിയിട്ട് അതിൻ്റെ പാല് പിഴിഞ്ഞ് നമ്മൾ എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കൊഞ്ചുകറിയിൽ ചേർക്കുന്നത്. അപ്പോൾ നമുക്ക് മുന്നോട്ട് കൊഞ്ചുകറി എങ്ങനെ വെക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ കറി വെക്കാനായി വിസ്മയ പുള്ളിക്കറി ചട്ടി അടുപ്പത്ത് വെച്ചു. നമുക്ക് ചട്ടിയിലേക്ക് ഫോക്കസ് ചെയ്യാം. ചട്ടിയിൽ അടുത്തതായി ചട്ടി ചെറുതായിട്ട് ചൂടായി വന്ന് വരുമ്പോൾ അടുത്ത് എണ്ണ ഒഴിക്കുകയാണ്. ഈ ഒഴിക്കുന്നത് തേങ്ങയുടെ വെളിച്ചെണ്ണ ആണ് കേട്ടോ, നാരിയലിൻ്റെ ഓയിലാണ് ഒഴിക്കുന്നത്. അതിനുശേഷം കടുക് ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ സ്വല്പം കടുക് ഇട്ട് കൊടുത്ത് അത്യാവശ്യത്തിന് എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ അളവനുസരിച്ച് ഇത്രയും ഫ്ലെയിമിലാണ് നമ്മൾ തീയിട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് കടുകും അതനുസരിച്ച് വെന്ത് കിട്ടും. അപ്പോൾ എണ്ണ ഒന്ന് ചൂടായി വരുന്നിടം വരെ പുള്ളിക്കാരി പറഞ്ഞു, ഞാൻ സമൂസ മേടിച്ചുകൊണ്ട് വന്നിരുന്നു, 2 സമൂസ. അപ്പോൾ സമൂസ തിന്നാനായിട്ടുള്ള പ്ലാനിലാണ്. പുള്ളി കയ്യിൽ സമൂസ എടുത്തു. എങ്ങനെയുണ്ട് സമൂസ? കൊള്ളാവോ? നല്ലതെന്ന് പറയുന്നു. ഞാൻ കഴിച്ചത്, ഞാൻ സാമ്പാറിൽ മുക്കിയാണ് സമൂസ കഴിച്ചത്. അതേ നമ്മുടെ കടുക് പൊട്ടിത്തെറിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അടുത്ത് എന്താണ്? ഉള്ളി അല്ലേ? അത് ജീരോ ഉള്ളിയും കറിവേപ്പിലയും കൂടെ ഇടുകയാണ്. പച്ചമുളക് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ഇട്ട് ഇട്ടതിന് ശേഷം നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. അതിലൊന്ന് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. അതെന്തെന്ന് വെച്ചാൽ നമ്മുടെ കടുകും വെളിച്ചെണ്ണയും നമ്മൾ ചേർത്തിരുന്നു, അത് എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി കൊണ്ടുവരണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇളക്കി കൊടുക്കുന്നത്. അതോടൊപ്പം നമ്മൾ ഉപ്പും ആഡ് ചെയ്യാണ്. ഉപ്പിട്ടാൽ പെട്ടെന്ന് അത് വാടി കിട്ടും എന്നാണ് വിസ്മയ പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എത്ര നേരത്തിനുള്ളിൽ ഉപ്പിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കാര്യങ്ങളെല്ലാം കൂടെ വാടി കിട്ടുന്നു. അതുപോലെ നമ്മൾ തക്കാളി മാറ്റി വെച്ചിട്ടുണ്ട്. ഈ ഉള്ളിയും പച്ചമുളകും ഇവിടെ വാടി വരുമ്പോഴത്തേക്കാണ് പിന്നെ നമ്മൾ തക്കാളി ആഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ചതച്ചതും നമ്മൾ സെപ്പറേറ്റ് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് വാടി വരുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇതിനിടയ്ക്ക് ഞാൻ ആ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അരച്ച് വെച്ച് ഞാൻ തുറന്ന് വെച്ചിരുന്നു. അപ്പോൾ പുള്ളിക്കാരി പറയുന്നത് തുറന്ന് വെച്ചാൽ എൻ്റെ ഗുണം നഷ്ടപ്പെടുമെന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇതിനെക്കുറിച്ചിട്ടുള്ള എന്താണ് അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്തതായി നമ്മൾ ഏകദേശം ഉള്ളി പച്ചമുളകൊന്ന് വാടി വന്നപ്പോഴത്തേക്ക് പുള്ളിക്കാരി അരച്ച് വെച്ചിരുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ അതിൽ ആഡ് ചെയ്തു. അതോടൊപ്പം തന്നെ പുള്ളി കഴിച്ചുകൊണ്ടിരുന്ന സമൂസയും തീർന്നു. അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കേണ്ട അത്യാവശ്യമാണ്. മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്, നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിന് ഏകദേശം നമ്മുടെ ഉള്ളിയും പച്ചമുളകും വെളുത്തുള്ളി എല്ലാം ഒന്ന് വാടി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടുത്തതായി ഇതിനകത്ത് ആഡ് ചെയ്യാൻ പോകുന്നത് എന്താണ്? മഞ്ഞപ്പൊടിയാണ് ആഡ് ചെയ്യാൻ പോകുന്നത്. മഞ്ഞപ്പൊടി ആഡ് ചെയ്യാണ്. സ്വല്പം അതിൻ്റെ നമ്മുടെ കൊഞ്ചിൻ്റെ അളവനുസരിച്ചിട്ടുള്ള മസാലകളാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ഇത് അടുത്തത് പെരിഞ്ജീരകമാണ് ഇപ്പോൾ ഇട്ടത്. ഇതെല്ലാം കൂടെ ഈ 2 ഐറ്റം നമ്മൾ മസാല ചേർത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ആലപ്പുഴക്കാരാണ്, നമ്മൾ ഈ രീതിയിലാണ് കൊഞ്ചുകറി വെക്കുന്നത്. അപ്പോൾ നിങ്ങളുടെയൊക്കെ നാട്ടിൽ എങ്ങനെയാണ് കൊഞ്ചുകറി വെക്കുന്നത് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. അടുത്തതായി കുരുമുളക് പൊടി ചേർക്കുകയാണ്. ഓൾറെഡി നമ്മൾ പച്ചമുളക് ഇട്ടിട്ടുണ്ട്, എന്നാൽ കുറച്ചുകൂടി ഒരു സ്പൂൺ, ചെറിയൊരു സ്പൂണ് കുരുമുളക് പൊടി കൂടിയിട്ട് തന്നെ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ഫ്ലേവർ നമുക്ക് ഈ കറിയിൽ നമുക്ക് കിട്ടും. അപ്പോൾ കുരുമുളക് പൊടി ഇട്ട് മിക്സ് ചെയ്തതിന് ശേഷം അടുത്ത് നമ്മൾ ഇടാൻ പോകുന്നത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി 3 ടീസ്പൂൺ മല്ലിപ്പൊടി നമ്മൾ ആഡ് ചെയ്തു.
നമ്മൾ മേടിച്ച 1/2 കിലോ കൊഞ്ചാണ്. 1/2 കിലോ കൊഞ്ചിനാണ് നമ്മൾ 3 ടീസ്പൂൺ മല്ലിപ്പൊടി നമ്മൾ ആഡ് ചെയ്തത്. അടുത്തത് നമ്മൾ മുളക് പൊടിയാണ് ആഡ് ചെയ്യുന്നത്. മുളക് പൊടി 1 ടീസ്പൂൺ, 2 ടീസ്പൂൺ, 3 ടീസ്പൂൺ. അപ്പം സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ, ഇന്നത്തെ നമ്മുടെ കൊഞ്ച് കറി കുറച്ച് സ്പൈസി ആയിരിക്കും. ഓൾറെഡി നമ്മൾ പച്ചമുളകും കുരുമുളക് പൊടിയും പിന്നെ അതിന് പുറമേ നമ്മൾ 3 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ. അപ്പോൾ ഇതിന് വലിയ എരിവില്ലാത്ത മുളക് പൊടിയാണെന്ന് പറയുന്നു. അപ്പോൾ ഇതെല്ലാം കൂടെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് ചെറിയൊരു ഫ്ലെയിമിൽ നമ്മൾ കുറച്ച് നേരത്തേക്ക് ഒരു 2 മിനിറ്റത്തേക്ക് അല്ലേ 2 മിനിറ്റത്തേക്ക് ഒന്ന് നമ്മൾ വെക്കണം. നിങ്ങളുടെയൊക്കെ നാട്ടിൽ എങ്ങനെയാണ് കൊഞ്ച് കറി വെക്കുന്നതെന്നുള്ള ആ ഒരു കമൻറ്റ് ഈ വീഡിയോയിൽ എല്ലാവരും ഒന്ന് താഴെ മെൻഷൻ ചെയ്യുക. അപ്പോൾ ഇത് ചെറുതായിട്ട് നമ്മൾ മിക്സ് ചെയ്തതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ആ തക്കാളി അരിഞ്ഞ് വെച്ചത് അതുകൂടി നമ്മൾ ഇതിൻ്റെ ഇടയ്ക്കൊന്ന് ചേർക്കുക. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഇവിടെ പുളി പൊഴിച്ചത് ഈ പുളിയാണ് കേട്ടോ. ഇതിൽ പയർ വേകാൻ വെച്ചിട്ടുണ്ട്. പയർ തോരനും കൂടെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ആ തക്കാളി എല്ലാം കൂടെ ഒന്ന് നമ്മൾ മസാലയും ഉള്ളി എല്ലാം കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി എടുത്തിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് ചെറിയ ഫ്ലെയിമിൽ ഒന്ന് ചൂടാക്കാനായി നമ്മൾ വെച്ചിരിക്കുകയാണ്. നമ്മൾ ഈ വീഡിയോ വളരെ എഫേർട്ട് എടുത്തിട്ട് ചെയ്യുന്നൊരു റെസിപ്പിയാണ്. അപ്പം എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റും ചെയ്യണമെന്ന് നമ്മൾ റിക്വസ്റ്റ് ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾ ഈ റെസിപ്പി എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അതോടൊപ്പം നമ്മൾ നേരത്തെ ആഡ് ചെയ്ത മസാലയും കാര്യങ്ങളെല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടുത്തതായി തേങ്ങാപ്പാൽ അതിനകത്ത് ആഡ് ചെയ്യാണ്. ഈ തേങ്ങാപ്പാൽ നമ്മൾ ആഡ് ചെയ്യുന്നത് നമ്മുടെ ആലപ്പുഴക്കാർ മിക്കവാറും ഈ ബീഫ്, മട്ടൻ, ഞണ്ട് കറി എന്നുള്ള നോൺ വെജ് പരമായിട്ടുള്ള ഒരുവിധപ്പെട്ട എല്ലാ വിഭവങ്ങളിലും തേങ്ങാപ്പാൽ ആഡ് ചെയ്യാറുണ്ട്. അപ്പോൾ തേങ്ങാപ്പാൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും കറികൾക്ക്. അതിനാണ് അധികമൊന്നുമില്ല, ഒരു തേങ്ങയുടെ പകുതി പിഴിഞ്ഞെടുത്ത പാലാണ് നമ്മളിതിൽ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിലേക്ക് കൊഞ്ച് ഈ കറി ആയിരിക്കുന്നതിലേക്ക് നമ്മൾ ആഡ് ചെയ്യാണ്. അപ്പോൾ ഇന്ന് ഉച്ചക്കത്തെ ഊണ് അടിപൊളിയായിരിക്കും. കൊഞ്ച് കറിയും കൂട്ടി അപ്പോൾ നമ്മൾ ആ ആഡ് ചെയ്ത കൊഞ്ചിന് ശേഷം ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഒരുപാട് നമ്മൾ ഇളക്കാൻ പാടില്ല, ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം ഒരു അടപ്പെടുത്ത് ചെറിയൊരു ഫ്ലെയിമിൽ, ഇത്രയും ഫ്ലെയിമാണ് നമ്മൾ വെച്ചിരിക്കുന്നത്, ഈ ചെറിയൊരു ഫ്ലെയിമിൽ നമ്മൾ നല്ല രീതിയിൽ കവറാകുന്ന രീതിയിൽ അടച്ചു വെക്കുക. ഏകദേശം നമുക്കൊരു 10 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് ഓപ്പൺ ആക്കാം. അതുവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ചെറുതായിട്ട് ഇതൊന്ന് കൊഞ്ച് കറി ഒന്ന് ഇളക്കി കൊടുക്കണം. ചെറിയ രീതിയിലൊന്ന് ഇളക്കി കൊടുത്താൽ മതി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സൈഡിലും മസാല എല്ലാം ഒന്ന് എത്തിപ്പെടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെറുതായിട്ട് ഇളക്കി കൊടുക്കാൻ പറയുന്നത്. അപ്പോൾ ഏകദേശം ഇത്രയും ഇളക്കി മതിയാവും. അപ്പോൾ ഫൈനലി ആ കൊഞ്ച് കറിയുടെ സ്മെല്ലൊക്കെ ഏകദേശം നമുക്ക് വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കൊഞ്ച് കറിയുടെ ആ പെട്ടി നമുക്ക് പൊട്ടിക്കാം. അപ്പോൾ ഗൈസ് അത് നമ്മൾ പൊട്ടിക്കാൻ പോവാണ്. നല്ല സ്മെല്ല് വന്ന് തുടങ്ങിയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല രീതിയിൽ തിളച്ച് ഇങ്ങനെ കിടക്കുകയാണ്. കൊഞ്ചെല്ലാം നല്ലോണം വെന്തിട്ടുണ്ട്. കാണുമ്പോൾ നമുക്കത് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. ഉപ്പും പുളിയൊക്കെ ഉണ്ടോ എന്നുള്ള അറിയാൻ വേണ്ടിയിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. നമ്മുടെ ആ കൈവെള്ളയിലോട്ട് എടുത്ത് ഇച്ചിരി ഒന്ന് എടുത്തിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. കൊള്ളാന്ന് പറഞ്ഞ് സൂപ്പറാന്ന് പറഞ്ഞ്. അപ്പോൾ എൻ്റെ വായിൽ കൊതി ഊറി തുടങ്ങിയിട്ടുണ്ട്, വെള്ളം വന്ന് തുടങ്ങി. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ വായിലും വെള്ളം വന്ന് കാണും എന്ന് നമുക്കറിയാം. അപ്പോൾ എല്ലാവരും ഒന്ന് ആരുടെയൊക്കെ വായിൽ ഈ വെള്ളം വന്നു എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ കൊഞ്ച് കറി ഇവിടെ തയ്യാറായിരിക്കുകയാണ്. നമുക്ക് ഈ ഫ്ലെയിം നമുക്കൊന്ന് നമ്മുടെ ഇപ്പം ഓഫ് ചെയ്തേക്കാം. ഓക്കെ, അപ്പോൾ ഉച്ചയ്ക്ക് നമ്മുടെ ചോറ് വിളമ്പാണ്. ഊണിനുള്ള ഭക്ഷണങ്ങളും കറികളും എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇത് 3-4 കൊഞ്ച് വറുത്തത് ഉണ്ടാക്കിയത്. അത് ഈ പുള്ളിക്കാരിക്ക് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് എന്തെങ്കിലും മീൻ വറുത്തം കാര്യങ്ങളും വേണം, അല്ലെങ്കിൽ കഴിക്കൂലാക്കും. സത്യം പറഞ്ഞാൽ നമ്മൾ ഈ വീഡിയോ ഉണ്ടാക്കുമ്പോഴത്തേക്ക് നമുക്ക് എന്താണ് സത്യത്തിൽ യൂട്യൂബ് വീഡിയോയിൽ നമുക്ക് എടുക്കേണ്ടതൊന്നും നമുക്കൊരു ഐഡിയ ഇല്ല. നമുക്ക് നമ്മുടെ മനസ്സിൽ തോന്നുമായി വരുന്ന കാര്യങ്ങൾ പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇതിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മളോട് ക്ഷമിക്കുക എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഇവിടെ ഓരോരുത്തർ ഇവിടെ കുട്ട നിന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പോകുന്ന സമയത്ത് കുട്ട നിന്ന് കരയാണ്. എന്താ കുട്ട കരയാൻ? എവിടെയാണ് കൊണ്ടുപോകാൻ? എവിടെ വെക്കാൻ കൊണ്ടുപോകാൻ? സമൂസ മേടിക്കാനോ? സമൂസ പോയിട്ട് മേടിക്കാം. അപ്പോൾ നമ്മുടെ ഉച്ചക്കത്തേക്കുള്ള എല്ലാ ഭക്ഷണങ്ങളും റെഡി ആയിരിക്കുകയാണ്. നമ്മൾ ഉണ്ടാക്കിയ കൊഞ്ച് കറി വളരെ ടേസ്റ്റിയാണ്. ഓക്കെ, അപ്പോൾ ചോറ്, കൊഞ്ച് വറുത്തത്, സാമ്പാർ, പിന്നെ തോരൻ. അപ്പോൾ നമുക്ക് എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കാം. ഇവിടെ അകുവും കുട്ടയും കൂടി ഇന്ന് കഴിക്കുന്നുണ്ട്.
അഗുവിനുള്ള ഭക്ഷണം വടിയായിട്ടായിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഗുവും കുട്ടയും അങ്ങനെ മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കുന്ന കൂട്ടത്തിലല്ല. അതുകൊണ്ട് വടി വളരെ അത്യാവശ്യമാണ്. അടുത്ത കുട്ടായിക്കാണ്. കുട്ടയുടെ കരച്ചിൽ മാറി ഒരു ഉള്ള കഴി. അപ്പോൾ നമ്മുടെ ഉച്ചക്കത്തെ ചോറ് കൊഞ്ച് കറി ഒഴിക്കുകയാണ്. തോരൻ, സാമ്പാർ. അതും കൊട്ടയും കൂടി കഴിക്കുന്നുണ്ട്. നമുക്കെല്ലാം കൂടെ എല്ലാവരും കൂടി കഴിക്കാം. എല്ലാം കൂടെ കേട്ടോ. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മുടെ ചാനലിലെ ആദ്യത്തെ കുക്കിംഗ് വ്ളോഗാണ് നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു കൊഞ്ച് റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് നമ്മൾ കരുതുന്നു. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹം നമുക്ക് വളരെ അത്യാവശ്യമാണ് മുന്നോട്ടുള്ള ജേർണിക്ക്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട്, സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും ചെയ്ത് നമ്മളെ അറിയിക്കണമെന്ന് നമ്മൾ റിക്വസ്റ്റ് ചെയ്യാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വരുന്നിടം വരെ എല്ലാവർക്കും ബൈ ബൈ.